തൃശൂരിലെ ആൽഫ സന്നദ്ധ സംഘടന 5 വർഷത്തിനിടെ സൗജന്യമായി വൃക്കരോഗികൾക്ക് നൽകിയത് 1 ലക്ഷം ഡയാലിസിസ് ആണ്. 14,000 പേർക്ക് പാലിയേറ്റീവ് സാന്ത്വനം, 400 പേർക്ക് 1,200 രൂപ വീതം പ്രതിമാസ പെൻഷൻ. 30 വർഷമായി സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്ന സന്നദ്ധ സംഘടനയാണ് ആൽഫ. നിഖിൽ ഡേവിസിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ എത്ര വർഷം മുമ്പ് ആണ് ഇങ്ങനെയൊരു പ്രോജക്റ്റിന് വേണ്ടി രൂപം കൊടുത്തത്? ഡയാലിസിസ് അല്ല ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആദ്യം ചെയ്തത്. സ്വന്തമായിട്ട് ഒരു വരുമാനമില്ലാത്തവർ, വരുമാനമുള്ള ബന്ധുക്കളില്ലാത്ത, ഒരു ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്ത അങ്ങനത്തെ ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് പ്രതിമാസ പെൻഷൻ കൊടുത്തുകൊണ്ടാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അത് 31 വർഷമായി. 375ാമത്തെ പ്രതിമാസ പെൻഷൻ ഈ മാസം 5-ാം തീയതി നമ്മൾ നൽകേണ്ടായി. ഡയാലിസിസ് നടത്തേണ്ടി വരുന്ന വൃക്കകൾ രണ്ടും ഡിസ്ഫങ്ഷണലായ ആളുകൾക്ക് ആദ്യകാലത്ത് ചെയ്തിരുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ള ഹോം കെയർ ആയിരുന്നു. പിന്നീടാണ് നമ്മൾ ഇവരായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് മനസ്സിലായി വരുന്നത് ഇവരുടെ ദയനീയ അവസ്ഥ. ഇവരാര് മരിച്ചാലും ബന്ധുക്കൾ കരയും, ഫ്രണ്ട്സ് കരയും, പക്ഷേ ഡയാലിസിസ് പേഷ്യൻ്റ് മരിച്ചാൽ കരയുന്നില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അവരുടെ ഒരു സാമ്പത്തികമായ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കുടുംബത്തെ തള്ളി, വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ കുടുംബം പോകുന്നു. അതേപോലെ തന്നെ ഓരോ തവണ ഈ സൈക്കിൾ ടൈം 4 മണിക്കൂറാണ്. പിന്നെ വരാനും പോകാനുള്ള സമയം 6-7 മണിക്കൂർ സമയം ഇവരോടൊപ്പം എല്ലാ ദിവസവും ചിലവാക്കുക. ജോലിക്ക് പോകാൻ പറ്റില്ല, വീട്ടിൽ കാര്യം ചെയ്യാൻ കഴിയില്ല. കുറെ എത്തുമ്പോൾ വലിയ ഈ ഡയാലിസിസിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള വലിയ പണവും വേണം. 36,000 രൂപ ഒരു മാസം, എല്ലാ മാസവും 36,000 രൂപ പ്രതിമാസം നൽകാൻ കഴിയുന്ന എത്ര കുടുംബങ്ങൾ കേരളത്തിലുണ്ട്? 1 ലക്ഷം സൗജന്യ ഡയാലിസിസ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൗജന്യ സേവനം ലഭിക്കുക? നമുക്ക് 90 മാക്സിമം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ശരാശരി ഒരു ദിവസം. അപ്പോൾ നമ്മൾ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് നോ വെയിറ്റിംഗ് ലിസ്റ്റ്. പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് യെല്ലോയും പിങ്കുമാണ്. അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വൈറ്റും ബ്ലൂ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 3 പതിറ്റാണ്ട് കാലം ഈ ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ എത്രത്തോളം പിന്തുണ സമൂഹത്തിൽ നിന്ന് ലഭിച്ചു? ധാരാളം പിന്തുണ കിട്ടുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നവരെ സാമൂഹ്യ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. സ്വന്തം വരുമാനം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സമൂഹത്തിൽ നിന്നും വലിയ പിന്തുണ കിട്ടുന്നത്. കാരണം ഒരാൾക്ക് പോലും മാറി നിൽക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ഞങ്ങൾ ആൽഫ ജാതിയുടെ, മതത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ഒരു നീളം വീഴാതെ ഇത്രയും കാലം ഞങ്ങൾ പരിരക്ഷിച്ചിട്ടുണ്ട്. ഇനിയും അതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ആർക്കും വരാലോ, ആർക്കാണ് എതിർക്കാൻ കഴിയുക? അപ്പോൾ സൗജന്യമായി ഡയാലിസിസ് എന്ന് മാത്രമല്ല പെൻഷനും ഒപ്പം പാലിയേറ്റീവ് കെയറും ആ രംഗത്തെല്ലാം തന്നെ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് ആൽഫയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും പൊതുസമൂഹം കൈയടിക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.